إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും പരമകാരുണികനുമായ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തേണമേ എന്നും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിലേക്ക് പകർത്തേണമേ എന്നും എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടിമകളായ നമ്മളെല്ലാവരും, അള്ളാഹുവിന്റെ സൃഷ്ടികളായ നമ്മളെല്ലാവരും, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. അങ്ങനെ ഒരു യാത്ര നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഭൗതികമായ ജീവിതത്തിനിടയിൽ ഒരുപക്ഷേ കുറച്ചാളുകളെങ്കിലും ആ ഒരു മടക്കയാത്രയെ മറന്നുപോകുന്നുണ്ടാകും. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ഉദ്ഭവം, ആ മനുഷ്യന്റെ ഉദ്ഭവത്തിന്റെ തുടക്കമായി അതൊരു ബീജമായി, പിന്നീട് അതൊരു ഭ്രൂണമായി, പിന്നീട് അതൊരു സിദ്ധാന്തമായി, അവസാനം ഏതെങ്കിലും ഒരു മാതാവിന്റെ വയറ്റിലെ ഒരു ചെറിയ കുഞ്ഞായി രൂപപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ വമ്പിച്ച സ്വീകാര്യതയാണ് ആ ഒരു മനുഷ്യന്റെ ജന്മത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ ആൾക്ക് ലഭ്യമാകുന്നത് എന്ന് ഒരുപാട് ആളുകൾ നമുക്കറിയാം. ആ ഗർഭം ധരിച്ചിരിക്കുന്ന സ്ത്രീയെ സന്ദർശിക്കാനും സന്തോഷം പങ്കുവെക്കാനും സമ്മാനങ്ങൾ നൽകാനും ഒക്കെ തിടുക്കം കൂട്ടിയിട്ടാണ് ആ കുഞ്ഞ് ആ ഉദരത്തിൽ വളർന്നു വലുതാകുന്നത്. ശേഷം അത് കൃത്യമായ ഒരു സമയം പ്രാപിച്ച് പൂർണ്ണമായതോ അല്ലാത്തതോ ഒക്കെയായ രൂപത്തിൽ വളർന്നു വന്ന് നമുക്കല്ലാഹു തീരുമാനിച്ചിരിക്കുന്ന രൂപത്തിൽ ആ കുഞ്ഞു പുറത്തു വരുന്നൊരു ദിനമുണ്ട്. നമ്മളൊക്കെ പുറത്തു വന്ന ആ ദിനം.
അന്നും നമുക്കറിയാം ഒരുപാട് ആളുകൾ ലേബർ റൂമിന്റെ പുറത്തും ഹോസ്പിറ്റലിന്റെ വരാന്തകളിലുമൊക്കെയായി കാത്തുനിന്ന് ആ വരവിന്റെ സന്തോഷത്തെ പങ്കുചേർത്ത് ആളുകളൊക്കെ സന്തോഷിച്ച് അങ്ങനെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ഓരോ ആളുകളും കടന്നു വന്ന് മുതിർന്ന ആളുകൾ അമ്മായിമാർ മുത്തമ്മമാരൊക്കെ എടുത്ത് ചുംബനം നൽകി, വാപ്പയും ഉപ്പാവയും ഒക്കെ എടുത്ത് താലോലിച്ച് എല്ലാവരും താരാട്ടുപാട്ട് പാടി ആളുകളൊക്കെ സമ്മാനം നൽകിയിട്ടാണ് ഒരു മനുഷ്യന്റെ വളർച്ചയുടെ തുടക്കം പ്രിയപ്പെട്ടവരെ വരുന്നത്. അറിയാം, അവിടുന്ന് കമന്ന് കിടന്ന് എഴുന്നേറ്റ് ഇഴഞ്ഞ് പിന്നീട് എഴുന്നേറ്റ് നടന്ന് പിന്നീട് കൈകൾ പിടിച്ച് മെല്ലെ മെല്ലെ നീങ്ങി, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ചലന വ്യത്യാസങ്ങളിലൂടെ നമ്മൾ അവസാനം ഒരു രണ്ടു കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യനായിട്ട് മാറുകയാണ്. ആ കുട്ടിക്കാലത്തും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ മാതാപിതാക്കളുടെ ചങ്ങാതിമാരും കുടുംബക്കാരും എല്ലാം കുട്ടി എന്ന നിലക്ക് നമ്മളെ ആദരിക്കുകയും നമ്മളെ ബഹുമാനിക്കുകയും നമുക്ക് സമ്മാനങ്ങൾ നൽകുകയും സന്തോഷങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തു. അവിടുന്ന് ബാല്യത്തിലും നമ്മൾ പരിഗണിക്കപ്പെട്ട ഒരു ബാല്യമായിട്ട് നമ്മൾ വളർന്നു. കൗമാരത്തിലെത്തുമ്പോഴേക്കും എല്ലാവരും ഉറ്റുനോക്കുന്ന ഏറ്റവും കൂടുതൽ അലങ്കാരമായി ആ കുടുംബത്തിന് ആഹ്ലാദം സമ്മാനിക്കുന്ന ഒരു യുവാവായിട്ട് നമ്മൾ മാറുകയാണ്. ശേഷം അയാൾ വലുതായി, രോമങ്ങളൊക്കെ മുളച്ച് വലുതായി, വലിയ മനുഷ്യനായി, സ്ത്രൈണതയുടെ രൂപങ്ങളൊക്കെ ആ കുട്ടിക്ക് വന്നൊരു വലിയ സ്ത്രീയായി മാറുമ്പോൾ അവൾക്കൊരിണ വേണം, അവനൊരിണ വേണം എന്നിടത്തേക്ക് കുടുംബങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കൗമാരത്തിൽ നിന്നും അയാൾ എന്ത് ചെയ്തു? യുവാവായി വന്നു. ഒരു ഭർത്തൃപദം അലങ്കരിക്കുന്ന, ഒരു ഭാര്യാപദം അലങ്കരിക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആയിട്ട് മാറുകയാണ്. അവിടുന്ന് വീണ്ടും അയാളുടെ സഞ്ചാരപഥം മുന്നോട്ട് നീങ്ങി, അല്ലേ? കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആ ആള് ജന്മം എടുത്തതുപോലെ തന്നെ അയാൾക്കും ഒരു കുഞ്ഞു പിറക്കുന്നതിലൂടെ ആ ഭർത്താവ് എന്ന ഭർത്തൃപദം അലങ്കരിക്കുന്ന മനുഷ്യൻ പിതാവ് എന്ന പിതൃത്വം അലങ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു നൽകിയ ഒരുപാട് കുഞ്ഞുങ്ങളെയുമായിട്ട് അയാൾ വളർന്ന് വലുതായി. ആ കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ ആ കുട്ടിയുടെ വിവാഹം കഴിക്കുന്നതിലൂടെ, അതിലൂടെ ഒരു കുഞ്ഞു പിറക്കുന്നതിലൂടെ പിന്നീട് ഉപ്പാവയായി മാറി. അങ്ങനെ ഉപ്പാവയായി മാറി ആളുകൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, നാട്ടുകാർക്ക് സുപരിചിതമായി, ആളുകൾക്കെല്ലാവർക്കും ഒരുപാട് എന്താ പറയാ ഉത്തരവാദിത്തങ്ങൾ നൽകിയ, തണലുകൾ നൽകിയ, സമാധാനങ്ങൾ നൽകിയ ഒരു വലിയ മനുഷ്യനായി അയാൾ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് എന്താണ് ഖുലിഖൽ ഇൻസാനു ദഈഫ, ലൗഫുകൾ, ദൗർബല്യങ്ങൾ അയാളെ ബാധിച്ച് രോഗാതുരമായ അവസ്ഥയിലേക്ക് അയാൾ മാറി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ യാത്രയാണ് ഞാൻ ഇവിടെ വരച്ചു കാണിക്കുന്നത്. അങ്ങനെ ദൗർബല്യം വന്ന് മുമ്പ് കണ്ടതുപോലെ കാണാൻ കഴിയാത്ത, മുമ്പ് കേട്ടതുപോലെ കേൾവിശക്തിയില്ലാത്ത, മുമ്പ് നടന്നതുപോലെ അരോഗതടകാത്രനായി നടക്കാൻ കഴിയാത്ത, മുമ്പ് സംസാരിച്ചതുപോലെ വാക്ചാതുരിയുടെ ലോകത്തേക്ക് സംസാര പാടവത്തെ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു വല്ലാത്ത വാർദ്ധക്യത്തിന്റെ രോഗാതുരമായ അവസ്ഥയുടെ ഒരു പാന്താവിലേക്ക് അയാൾ മാറ്റപ്പെട്ട് അവസാനം ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ, ബെഡ്റൂമിൽ, വാർഡിൽ, ലാബ്, അതുപോലെ ഈ പറഞ്ഞ കാഷ്വാലിറ്റിയിൽ, ICUവിൽ, വെന്റിലേറ്ററിൽ അവസാനം എല്ലാവരും കഴിയൊഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പറയൂ, അവൻ നിശ്ചയിച്ച സമയത്ത് വരെ നിങ്ങളുടെ പിതാവ് ഇവിടെയുണ്ടാകും, നിങ്ങളുടെ മാതാവിന് അത്രയാണ് സമയമുണ്ടാകൂ എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ച് നമ്മളതിനെ കാത്തിരുന്ന് അല്ലാഹുമ്മ അഹ്യിനി, അല്ലേ, അല്ലാഹുവേ ഇയാൾക്ക് ജീവിതമാണ് നല്ലതെങ്കിൽ ജീവിപ്പിക്കണമേ എന്നും, മരണമാണ് ഈ പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്ന പിതാവിന്, ഉമ്മാക്ക് പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് മരണമാണെങ്കിൽ മരിപ്പിക്കണമേ എന്നും, ജീവിതമാണ് ഹൈറെങ്കിൽ ജീവിപ്പിക്കണമേ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നിടത്തേക്ക് സ്വന്തം മക്കൾ മാറുന്ന ഒരു കാലത്തേക്ക് അയാൾ മാറുകയും അവസാനം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എല്ലാവരും അല്ലാഹുവിൽ നിന്നാണ് അവനിലേക്കാണ് മടക്കം എന്ന് ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ പറയുമാറ് അല്ലാഹുവിലേക്ക് യാത്ര പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ ഓരോ ഘട്ടത്തിലും ആളുകളുടെ മനസ്സിലും ആളുകളുടെ ആഹ്ലാദത്തിലും സന്തോഷത്തിലും സമ്മാനങ്ങളിലും ഉൾപ്പെട്ട ഒരു മനുഷ്യൻ മണ്ണിന്റെ അടിയിലേക്ക് മറവ് ചെയ്യപ്പെടുകയും പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് വല്ലപ്പോഴും ഓർക്കുന്ന ചില മക്കൾ ബാക്കിയായാൽ, അതല്ലെങ്കിൽ വല്ലപ്പോഴും ചർച്ചയാകുന്നിടത്ത് ഉദ്ധരിക്കുന്ന ഒരു നാമമായി അവസാനം ഒന്നുമല്ലാത്തൊരു ലോകത്തേക്ക്
പിൽക്കാലത്ത് എണ്ണപ്പെടാത്ത ഓർമ്മിക്കപ്പെടാത്ത ഒരു മനുഷ്യ ജീവിതമായി, ഒരു ചരിത്രമായി, ഒരു ജലരേഖയായി മാറുന്ന ഒരു ജീവിതമാണ് ഒരു മനുഷ്യന്റെ ജീവിതം. ആലോചിച്ചു, നമ്മളൊക്കെ അങ്ങനെയാകും. അന്ന് നമ്മുടെ മക്കള് മറ്റൊരു ലോകത്തേക്ക് ജീവിതം വഴിമാറും. നമ്മൾ ജീവിതം വഴിമാറിയതുപോലെ ഭാര്യാവധം അലങ്കരിച്ചവർ മറ്റൊരു ലോകത്തേക്ക് അവരുടെ ജീവിതത്തിന്റെ ദിശാസന്ധിയെ മാറ്റി എഴുതും. കുടുംബക്കാർ മറ്റുള്ള ആളുകളെ ആദരിച്ചും ബഹുമാനിച്ചും ജീവിക്കുന്നിടത്തേക്ക് മാറും. കുടുംബത്തിലെ മുതിർന്ന ആൾ, ആ ആൾ മാറിയാൽ അടുത്ത ആൾ ആ മുതിർന്ന പദവി അലങ്കരിക്കുന്നിടത്തേക്ക് വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹത്തോടെ, സ്നേഹത്തിൽ ചാലിച്ച് ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ച മനുഷ്യർ അവർ മാറി മറ്റൊരാളെ ചേർത്ത് പിടിക്കുന്ന ഇടത്തേക്ക് നമ്മൾ ആളുകളെ മാറ്റുന്ന ഒരവസ്ഥയുണ്ടാകും. അങ്ങനെ കാലം അതിന്റെ അനുസ്യൂതമായ പ്രവാഹത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെന്ന ദുർബലനായ മനുഷ്യൻ ആ യാത്രക്കിടയിൽ ഒരു യാത്രക്കാരനായി ഒരൽപ്പകാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാലം ഈ ദുനിയാവിൽ ജീവിച്ച് അവസാനം മണ്ണോട് മണ്ണ് ചേർന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യത്തിൽ വിശ്വസിക്കാൻ നിർബന്ധിതരാണ് നമ്മളെല്ലാവരും. പ്രിയപ്പെട്ടവരെ, അദൃശ്യമായ ഒരു ലോകത്തേക്കാണ് പിന്നീട് നമുക്ക് പോകാനുള്ളത്. ആരെങ്കിലും മുമ്പ് പോയി തിരിച്ചു വന്ന് പറഞ്ഞിട്ടില്ലാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ എന്ന് പറഞ്ഞ മുഅ്മിനുകളായ നമ്മളെല്ലാവരും ആ മഹ്ശറും ബർസഖും ഖബറും പരലോകവും നരകവും സ്വർഗവും സിറാത്തും എല്ലാം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അവിടേക്കെല്ലാം എത്തിച്ചേരുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സമാധാനമടഞ്ഞ ആത്മാവായി ഈ ഭൂമുഖത്ത് നിന്ന് തിരിഞ്ഞു പോകുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ അതാണ് പറയുന്നത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്മ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളെ പരീക്ഷണം നടത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും ജീവിതവും സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനെ സംവിധാനിച്ചത് അതിനാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ നന്മ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ ആ കാലഘട്ടത്തിനിടയിൽ. ഏതാണ് ആ കാലഘട്ടത്തിന്റെ അളവ്? ആർക്കും അറിയില്ല പ്രിയപ്പെട്ടവരെ. ചിലര് എന്താ, വമിൻകും മയ്യുതവഫ, ചില ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകും. വമിൻകും മയ്യുറദ്ദു ഇലാ അർദലിൽ ഉംർ ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ. വളരെ സമർത്ഥമായി സംസാരിച്ച മനുഷ്യൻ പിന്നീട് നമ്മൾ അത്തുംപിത്തും എന്ന് പറയും, സംസാരിച്ചാൽ തെറ്റിപ്പോകുന്ന, എന്തൊക്കെയോ വിളിച്ചു പറയുന്ന, ഓർമ്മകൾ മാറി മറിയുന്ന, സംസാരങ്ങളിലെ ചാതുര്യത നഷ്ടപ്പെടുന്ന ഒരു വയസ്സനായ ഒരു മനുഷ്യനായി ചില ആളുകൾക്ക് അല്ലാഹു ആയുസ് നിർത്തിക്കൊടുക്കുന്ന, ഇങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ഗണം വരിക എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ടത്. മരണശേഷമുള്ള ജീവിതത്തിനായി ഒരുങ്ങിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞതൊന്നും അയാൾക്ക് ഭീതി ഉണ്ടാക്കുന്നതല്ല എന്നതാണ്. ദുനിയാവിൽ അത്രമാത്രം നിസ്സാരമായി കണ്ട് പാരത്രിക ലോകമാണ് ഏറ്റവും പ്രാമുഖ്യമുള്ളത് എന്ന് മനസ്സിലാക്കിയ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യന് ഈ പറഞ്ഞ ഘട്ടങ്ങളൊക്കെ തരണം ചെയ്യുക വളരെ എളുപ്പമാണ്. അവിടെ അയാൾ ഭയപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന 2 മരണങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ആ 2 മരണങ്ങളിൽ ഏതു മരണത്തെയാണ് നമ്മൾ പുൽകേണ്ടത് എന്ന് തിരിച്ചറിയാനാണ് ഇന്നത്തെ ഖുതുബ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ മരണം സമാധാനമടഞ്ഞ രൂപത്തിൽ, അല്ലാഹുവിന്റെ തൃപ്തി പൂർണ്ണമായി നേടിയിട്ടുള്ള രൂപത്തിലുള്ള മരണം. അതാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ സമാധാനമടിഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, അല്ലാഹുവിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവന്റെ രക്ഷിതാവിങ്കലേക്ക് മടങ്ങിക്കൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി, തന്റെ അടിമകളുടെ കൂടെ, എന്നിട്ട് തന്റെ അടിമകളുടെ കൂടെ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, എന്നിട്ട് ആ സ്വർഗത്തിലും നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ സമാധാനമടഞ്ഞ ആത്മാവായിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു മരണമുണ്ട്. അതാണ് ഒരു മരണം. രണ്ടാമത്തെ മരണം പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ, വിരൂപികളായ മലക്കുകൾ പേടിപ്പെടുത്തിക്കൊണ്ട് ഇരുഭാഗത്തും ശക്തമായി തല്ലിക്കൊണ്ട് ആത്മാവ് വലിച്ച് കൊണ്ടുപോകുന്ന ഒരു മരണത്തെ ഖുർആൻ പറയുന്നുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസഹും
അൻഫുസകുമുൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലാ അല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ അക്രമികൾ മരണവെപ്രാളത്തിലായിരിക്കുമ്പോൾ നീ അത് കണ്ടിരുന്നുവെങ്കിൽ അതൊരു ഭയങ്കര കാഴ്ചയായിരിക്കും. മലക്കുകൾ അവരവരുടെ നേരെ എന്തു ചെയ്യും? കൈകൾ നീട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവർ പറയും, നിങ്ങളുടെ ആത്മാക്കളെ പുറത്താക്കുവിൻ, ഇന്ന് നിങ്ങൾക്ക് ഹീനതയുടെ നിന്ദ്യതയുടെ പ്രതിഫലം നൽകപ്പെടുന്നതാണ് എന്ന് മലക്കുകൾ പറഞ്ഞ് മലക്കുകൾ ഏറ്റവും പരുക്കനായി പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ബേജാറോടെ മരണപ്പെടുന്നൊരു മരണത്തെ ആർക്കുള്ളതാണത്? വലൗ തറാ ഇദി ളാലിമൂൻ, ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഉൽമ ചെയ്ത് ജീവിച്ച ആളുകൾക്കുള്ള മരണം. ഇതാണ് രണ്ടാമത്തെ ഏറ്റവും മോശമായ മരണം. പ്രിയപ്പെട്ടവരെ, ആ മരണത്തിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിനെന്ത് വേണം പ്രിയപ്പെട്ടവരെ? സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന അവസ്ഥയിലുള്ള മരണം നല്ല മരണത്തിന്റെ ലക്ഷണമാണെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനെന്താണ്? അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനും അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നോമ്പെടുത്ത അതേ അവസ്ഥയിൽ മരിക്കുന്നവനും അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ദാനം ചെയ്ത് അതേ അവസ്ഥയിൽ മരിക്കുന്നവനും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ മരണം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ലഭിക്കുന്നതല്ല. നമ്മൾ വിചാരിക്കും നമ്മൾ അങ്ങനത്തെ കുടുംബത്തിലാണ്, എന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ്, നല്ല സ്വാലിഹീങ്ങളായ സുഹൃത്തുക്കളോട് കൂടെ നടക്കുമ്പോ നമ്മൾ വിചാരിക്കും നമ്മളും അവരെ പോലെ ആകുന്ന. അവിടെ നാലാളുകൾ കൂടി നിൽക്കുന്നു, മൂന്നാളുകൾ നല്ല സ്വാലിഹീങ്ങളാണ്, മൂന്നാളുകളുടെ സ്നേഹവും മൂന്നാളുകളുടെ സൂക്ഷ്മതയും മൂന്നാളുകളുടെ നമസ്കാരത്തിന്റെ കാര്യത്തിലുള്ള ജാഗ്രതയും മൂന്നാളുകളുടെ നോമ്പിന്റെ കാര്യത്തിലുള്ള ഓർമ്മശക്തിയും മൂന്നാളുകളുടെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള പാഠവും കാണുമ്പോൾ നാലാമത്തെ ആൾ അവരോടൊപ്പം ലയിച്ചു ചേരുമ്പോൾ അയാളും വിചാരിക്കുന്നു ഇവരെ പോലെ ഞാനുമായിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണ് പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരു നല്ല സൊസൈറ്റിയിൽ നല്ല ആദരവുള്ള ബഹുമാനമുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമ്മളും ബഹുമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായ നമ്മുടെ കൽബകത്തെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ സ്വാലിഹീങ്ങളായ ആളുകളുടെ അത്ര കണ്ട് സൂക്ഷ്മതയും ഇഖ്ലാസും തഖ്വയും നമുക്കില്ല എങ്കിൽ ഞാൻ പറഞ്ഞ വാലിമീങ്ങളിലായിരിക്കും നമ്മൾ ഉണ്ടാകുക. അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല മരണം എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്നതല്ല. അങ്ങനെയുള്ള നല്ല മരണം ലഭിക്കാനുള്ള മാർഗങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, മുഴുവൻ ഫ്ലോറിലുള്ള ആളുകളും ശ്രദ്ധിക്കുക, ഒന്നാമത്തെ കണ്ടീഷൻ ഇസ്തിഖാമത്ത് ഉള്ളവരാകുക എന്നതാണ്. ദീനിൽ അടിയുറച്ച് ജീവിക്കാൻ നമുക്കാകണം പ്രിയപ്പെട്ടവരെ. മരണം വരെ പരിശുദ്ധ ദീനിൽ അടിയുറച്ച് ജീവിച്ചാൽ നല്ല മരണം ലഭിക്കാൻ അതിന് വലിയ കാരണമാകുമെന്നാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നത് അവനെയാണ്, ഞങ്ങൾ ആരാധിക്കുന്നത് അവനെയാണ്, ഞങ്ങൾ ഭയപ്പെടുന്നത് അവനെയാണ്, ഞങ്ങൾ തൃപ്തിപ്പെടുത്തുന്നത് അവനെയാണ്, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ നിരതരാകുന്നത് അവന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, ഖൽബ് കൊണ്ട് തീരുമാനിച്ച് നാവ് കൊണ്ട് പറഞ്ഞ് ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിൽ പ്രഖ്യാപിതമായി പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യനാണ് വിശ്വാസി. അതാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. പിന്നെയോ ഹുമ്മസ്തഖാമു, അങ്ങനെ പറയുകയും ഹുമ്മസ്തഖാമു, പിന്നീട് അതിനനുസരിച്ച് ചൊവ്വായി നിലകൊള്ളുകയും നിലപാട് നന്നാക്കുകയും. ഞങ്ങൾ അല്ലാഹുവിന്റെ ആളാന്ന് പറയാൻ എളുപ്പം, ഞങ്ങൾ മുസ്ലിങ്ങളാന്ന് പറയാൻ എളുപ്പം. നിങ്ങൾ പറയണ്ട, പുറത്തുള്ളവർ പറയും നമ്മളെ കൊണ്ട്, പുറത്തുള്ളവർ വിളിക്കും നമ്മളെ മുത്തഖീന്ന്, പുറത്തുള്ളവർ വിളിക്കും നിങ്ങൾ വലിയ മുസ്ലിം കുടുംബത്തിലാണെന്ന്. ഒന്നും പോരാ പ്രിയപ്പെട്ടവർ, രേഖകൾ സംസാരിക്കും നിങ്ങൾ മുസ്ലിം മാപ്പിളയിൽപ്പെട്ടതാണെന്ന്, അതും പോരാ. എന്ത് വേണം? ഹുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറയുകയും നേരെ ചൊവ്വേ നിലകൊള്ളുകയും. നേരെ ചൊവ്വേ നിലകൊള്ളാൻ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ പണിയെടുക്കുക നമ്മൾ കാണാറുണ്ട് അല്ലേ? നമുക്ക് അവരോട് പുച്ഛമാണ്, അതൊരു വില കുറഞ്ഞ പണിയാണെന്നാ വിചാരിക്കുക. അവരുടെ വേഷം വില കുറഞ്ഞ വേഷമാണ്, അവരുടെ രൂപം
പോരാത്തതാണ്, അത് വലിയ സ്റ്റാൻഡേർഡ് ഇല്ലാത്തതാണ്, ഈ സമുദായത്തിന് ചേരാത്തതാണ്, ആളുകൾ അറപ്പോടെ കാണുന്ന ഒരു രൂപമാണ് എന്നൊക്കെ നമ്മൾ കാണുന്ന നേരെ ചൊവ്വെ നിലകൊള്ളാൻ പാടുപെട്ട് പണിയെടുക്കുന്ന യുവാക്കളുണ്ട്, ഒരു സമൂഹമുണ്ട്, കുടുംബമുണ്ട്. അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ട് അല്ലാഹു പറയാണ്, അവരിൽ മലക്കുകൾ സന്തോഷ വാർത്തയുമായിട്ട് വരുന്നതാണ്. അതായത് നിങ്ങൾ പേടിക്കണ്ട. എന്താ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, എന്നിട്ട് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗം, ആ സന്തോഷവാർത്ത, ആ സന്തോഷവാർത്തയുമായി നിങ്ങൾ മടങ്ങിക്കൊള്ളുവിനെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വിശ്വസിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതിൽ ഇസ്തിഖാമത്ത് ഉണ്ടാവും. വിശ്വസിക്കാൻ എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്, പക്ഷെ നിലപാട് നന്നാക്കാൻ. ഏത് നിലപാട്? എല്ലാ മേഖലയിലും, നമസ്കാരത്തിന്റെ സൂക്ഷ്മതയിൽ, ആരോരുമില്ലാത്ത സ്വകാര്യതയുടെ ജീവിത സൂക്ഷ്മതയിൽ, സാമ്പത്തികമായ ഇടപാടിൽ, അതിന്റെ സമ്പാദന മാർഗത്തിൽ, അതിന്റെ വിതരണ മാർഗത്തിൽ, ആളുകളോടുള്ള സ്വഭാവ ഇടപാടുകളിലുള്ള സ്വഭാവ മര്യാദകളിൽ, എല്ലാറ്റിലും നിലപാട് നന്നാക്കാൻ സാധിച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ല നല്ല മരണമായിരിക്കും. ആളുകൾ പറയാണ്, മരണപ്പെട്ട് ജനാസ കണ്ട് തിരിച്ചു പോകവേ ചേർത്ത് പിടിച്ച് മകനാണോ എന്ന് ചോദിച്ച് ചില ആളുകൾ, ചില ഈ മയ്യത്തിന്റെ ചില ഇടപെടലുകൾ പറഞ്ഞു തരുമ്പോഴാണ്, പാപ്പനെ ഒരു ദിവസവും കൂടി കയ്യിൽ കിട്ടണമായിരുന്നു, പാപ്പന ആ കെട്ടിപ്പിടിച്ചത് മതിയായിട്ടില്ലായിരുന്നു, ഒരല്പം കൂടി പാപ്പാക്ക് വേണ്ടി അന്ന് ആ സമയത്ത് അല്പം കൂടി പ്രവർത്തിക്കാമായിരുന്നു എന്നൊക്കെ നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത്, തോന്നാറുള്ളത് അപ്പോഴാ പ്രിയപ്പെട്ടവരെ. നമുക്കറിയില്ല അവർ ചെയ്തിരിക്കുന്ന നന്മകൾ അവർക്ക് കാലശേഷം നമ്മൾ പലപ്പോഴും അറിയപ്പെടുക. ഇതുപോലെ നമുക്ക് വേണ്ടി പറയുന്ന സാക്ഷികളായ ആളുകൾ, നമ്മളെപ്പറ്റി നല്ലത് പറയുന്ന, നല്ലത് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം പ്രിയപ്പെട്ടവരെ. അതിലേക്കാണ് നമ്മളെല്ലാവരും നടന്നെടുക്കേണ്ടത്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നേരെ മറിച്ച് ആ പരീക്ഷണങ്ങളിൽ പലതും ജീവിതത്തിലേക്ക് കടന്നു വരും. ജീവിതം അങ്ങനെയാണ്. അവയെല്ലാം അല്ലാഹുവിന്റെ ഉറച്ച വിശ്വാസം കാരണത്താൽ നമ്മളെ പരീക്ഷിക്കുന്ന, നമ്മളെ വിജയിപ്പിക്കാനുള്ള കാരണങ്ങളാക്കി മനസ്സിലാക്കാൻ ആ വിശ്വാസിക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ പ്രയാസങ്ങൾ അധികരിക്കുമ്പോൾ, നമുക്കറിയാം പ്രയാസങ്ങൾ അധികരിപ്പിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും? അല്ലാഹുവിനെ കൈവിടും. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണെന്നാണ് ഖുർആൻ. പിന്നെ അയാൾക്ക് സ്വർഗവുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. ആ ആൾക്ക് സ്വർഗത്തിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അയാൾക്ക്, അല്ലാഹു അല്ലാത്ത ഒരാളിൽ പങ്കു ചേർത്താൻ. അതുകൊണ്ട് ഏത് പ്രയാസഘട്ടത്തിലും നമ്മൾ വിചാരിക്കും ആ പ്രയാസത്തെ അതിജയിക്കാൻ എന്തുണ്ട് മാർഗം, അത് ചെയ്തേക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നമ്മളുടെ പരലോകത്തെ നഷ്ടപ്പെടുത്താനാണ് കാരണമാകുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തത്, നല്ല മരണം കൈവരിക്കാനുള്ള രണ്ടാമത്തെ ഉപാധി അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം. നിങ്ങൾക്കറിയോ, ഒരു ഹദീസില് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുല്ലാഹു തആല അന ഇൻദ വന്നി അബ്ദി ബി വഅന മഅഹു ഇദാ ദക്കറനി. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഞാൻ അടിമ എന്നെക്കുറിച്ച് കരുതുന്ന അവസ്ഥയിലാണ്, അവൻ എന്നെ സ്മരിച്ചാൽ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവൻ എന്നെ സ്മരിച്ചാൽ, ഓർത്താൽ ഞാൻ അതുപോലെ അവനെ സ്മരിക്കും. നമ്മൾ അല്ലാഹുവിനെ ഓർക്കുമ്പോൾ അല്ലാഹു നമ്മൾ ഓർക്കും. നാളെ മോന് കുറച്ച് കഷ്ടപ്പാടില്ല, കുറച്ച് പ്രയാസത്തിലാണ്, അയാൾ കുറേയായി എന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു, അയാൾ കുറേയായി എനിക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്നു, അയാൾ കുറേയായി എന്റെ വജഹ് ഉദ്ദേശിച്ച് നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്നു, അയാളെ അനുഗ്രഹിക്കണം എന്ന നിലയ്ക്ക് അല്ലാഹുവിന്റെ സ്മരണ നമ്മളിലേക്ക് വരും. അവൻ എന്നെ ആൾക്കൂട്ടത്തിൽ വെച്ച് സ്മരിച്ചാൽ അതിനേക്കാളും ഉത്തമമായ സംഘത്തിൽ വെച്ച് ഞാൻ അവനെ സ്മരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആൾക്കൂട്ടത്തിൽ വെച്ച് അല്ലാഹുവിനെ പറ്റി പറയുന്നവൻ ആൾക്കൂട്ടത്തിൽ വെച്ച് ആദരിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ആൾക്കൂട്ടമുണ്ടാകും അയാളെ പിന്നാലെ, നന്മയുടെ വാഹകനുണ്ടാകും, അയാളെ ചേർത്ത് പിടിക്കാൻ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ആളുകൾ ഓടി വരും. അയാളുടെ ജനാസ നമസ്കരിക്കാൻ, അയാളുടെ ഖബർസ്ഥാനിൽ വന്ന് മൺപിടിയിട്ട് ആ
2 ഖീറാത്ത് കൂലി ഏറ്റുവാങ്ങാൻ പ്രഗത്ഭരായ ആളുകൾ മത്സരിക്കും. പലരും വരും. എന്തുകൊണ്ടാ? ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് അള്ളാന്റെ വജൂഹ് ഉദ്ദേശിച്ച് പണിയെടുത്ത ആളാണ് ഇയാളെങ്കിൽ അള്ളാഹു അയാളെ മറക്കില്ല. ഇനിയോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവൻ എന്നിലേക്കൊരു ചാണെടുത്താൽ ഞാൻ അവനിലേക്കൊരു മുഴമെടുക്കും. അവൻ എന്നിലേക്കൊരു മുഴമെടുത്താൽ ഞാൻ അവനിലേക്കൊരു മാറെടുക്കും. അവൻ എന്നിലേക്ക് നടന്നെടുത്താൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നല്ലത് മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നവന് ഒരു തിന്മയും ചെയ്യാൻ സാധിക്കൂല എന്നാണ്. അള്ളാഹിനെ പറ്റിയുള്ള ബോധ്യമാണ് ആദ്യം നമുക്ക് ഉറച്ചു വരേണ്ടത്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഏതെങ്കിലും എക്സ് മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഇസ്ലാം നിഷേധികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളെ പരിഹസിക്കുന്ന ആളുകളോ ചില ഐക്കണുകൾ വെച്ച് നമ്മളെ പരിഹസിക്കുമ്പോൾ നിഷേധിക്കുമ്പോൾ നമ്മുടെ പോരായ്മ പോലെ ചിലത് പറയുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ തകർന്നു പോകും. ഞാനൊരു ട്രെയിൻ യാത്രയിൽ എന്റെ അനുഭവമാണ്. ട്രെയിൻ യാത്രയിൽ ട്രെയിനിലെ ബേസിനിൽ നിന്ന് ഞാൻ നിങ്ങൾ വുളൂ ചെയ്തു, കാലുകൾ ഉയർത്തി കാലൊക്കെ കഴുകി നമസ്കരിച്ചു. അപ്പൊ ആളുകൾ ഇങ്ങനെ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവിടെ ആ ഫുട്ബോളിനകത്ത് ആളുകളുണ്ട്, ആ സ്റ്റെപ്പിന്റെ അടുത്തൊക്കെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു അറപ്പും ഇടങ്ങേറും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ സൂക്ഷിച്ചാണ് ചെയ്തത്. നമസ്കാരം കഴിഞ്ഞ് എന്തിനോ ഒന്ന് പുറത്തേക്ക് വന്നപ്പോ ഒരു ഹൈന്ദവ സഹോദരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടിയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു നമസ്കാരമുണ്ട്, അതിന് ഞങ്ങളെ അവയവങ്ങൾ ശുദ്ധീകരിക്കും, വുളൂ എന്ന് പറയും. ഞാൻ വുളൂ ചെയ്തതാന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് പണിയാ എടുത്തത്? നിങ്ങള് പിന്നെ കൈകൊണ്ട് കാല് കഴുകുകയെ, അതെന്തൊരു ഏർപ്പാടാന്ന് ചോദിച്ചു. ആ മനുഷ്യൻ അത് ചോദിച്ചപ്പോ തൊട്ടടുത്തുള്ള 1-2 ആളുകളും പറഞ്ഞു ശരിയാണല്ലോ എന്ന നിലക്ക് അവരും അതിനോട് പ്രതിഷേധിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരാ, ഞങ്ങൾ കൈകൊണ്ട് കാല് മാത്രമല്ല വൃത്തിയാക്കാറുള്ളത്, ശരീരത്തിലെ അതിനേക്കാളും മോശമായ അവയവവും ഞങ്ങൾ കൈകൊണ്ടാണ് വൃത്തിയാക്കാറുള്ളത് എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ അപ്പയാണ് കത്തിയത്. ആ മനുഷ്യൻ എന്നെ ചേർത്ത് വിളിച്ചു. അവിടുന്ന് ട്രെയിൻ ഇറങ്ങുന്നത് വരെ ഇതുപോലെ അയാൾക്ക് ആക്ഷേപിക്കാനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെയും നമുക്കറിയാവുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞു കൊടുത്തപ്പം ഇസ്ലാം ഒരു പ്രതാപത്തിന്റെ മതമാണെന്ന് ആ മനുഷ്യന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമെന്ന ഉറപ്പിൽ നിന്നാണ് ഞാൻ ആ വണ്ടിയുടെ സ്റ്റെപ്പ് ഇറങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ഏതൊരു കാര്യവും നമ്മളെ പരിഹസിക്കുന്ന ആളുകള് നമ്മളോട് പറയുമ്പോൾ പതറരുത്. നമ്മൾ പതറുന്നുണ്ടെങ്കിൽ നമുക്ക് ദീനിന്റെ ഒരു പതിലും കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പതറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദീനിന്റെ ആരുമായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, ഇസ്സത്ത് അല്ലാഹുക്കുള്ളതാണ്, റസൂലിനുള്ളതാണ്, മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. ആ പ്രതാപത്തിൽ ഒരു കളങ്കവും വരുത്തുന്ന ഒരു നിയമവും ഒരു സംവിധാനവും നമ്മുടെ ദീനിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം ഉണ്ടെങ്കിൽ നമുക്ക് തിന്മ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകില്ല, നല്ലൊരവസ്ഥയിൽ നമ്മൾ പോകും. ആ സമയത്തായിരിക്കും മരണം നമ്മളെ കൈവരിക്കുക, ഒരു ഷോക്കിലൂടെ, ഒരു ആക്സിഡന്റിലൂടെ, അല്ലേ? ഈ അല്ലാഹു അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദിവസം, ഈ ഒരു ദിവസം മുമ്പ് ഞാനും എന്റെ മോനും മരണപ്പെടേണ്ടതാ. ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു. ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഒരു കാർ അങ്ങോട്ട് പോയി പെട്ടെന്ന് റിവേഴ്സ് എടുത്തപ്പോൾ ഞാൻ ബൈക്കിലായിരുന്നു. ഞങ്ങൾ ശരിക്കും പെട്ട് തട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്നറിയോ, ഒരു മരണം കഴിഞ്ഞതിന്റെ ചൂടാറിയിട്ടില്ല, അടുത്ത മരണം വരുമായിരുന്നു എന്റെ വീട്ടിലേക്ക് തന്നെ. അല്ലാഹു കാത്തു രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും സെക്കൻഡ് വ്യത്യാസത്തിൽ അല്ലാഹു രക്ഷപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയാനിട്ടാണ് പലതും. സെക്കൻഡ് വ്യത്യാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുൽ മൗത്തിനെ അല്ലാഹു അയക്കാൻ കഴിയും. പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാലാണ് നമ്മളൊക്കെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഒരു രാത്രിയിൽ നമ്മൾ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്ത് എന്ന് ചൊല്ലിയിട്ട് അവിടെ ഒരു മൗത്ത് കെട്ടില്ലേ? രാവിലെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, അവിടെ ഒരു മൗത്ത് കെട്ടില്ലേ? മരണത്തിന് തുല്യമായി ഉറക്കിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത് അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് കൊണ്ടാണ്. നമ്മുടെ ആരുടെയും ജാഗ്രതയോ ആരോഗ്യം കൊണ്ടോ അല്ല പ്രിയപ്പെട്ടവരെ, അലാറം കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹു വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ആ അല്ലാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരം നമ്മളെ തിന്മയിൽ നിന്ന് തടയും. എങ്കിൽ ഇസ്തിഖാമത്തോടു കൂടി മരിക്കാൻ നമുക്ക് സാധിക്കും. ഇനിയോ മൂന്നാമതായി നമുക്ക് വേണ്ടത് തഖ്വയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ഒരു മുസ്ലിമിന് ഏത് നിമിഷവും ഉണ്ടാകേണ്ട ഗുണമാണ് അല്ലാഹുവിനെ പറ്റിയുള്ള സൂക്ഷ്മത. അബൂദർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനോട് അബൂദറിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തഖില്ലാഹ ഹൈസുമാ കുൻത. ഏതവസ്ഥയിലും അബൂദറെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ അബൂദർ അൽ ഗഫാരിയെ പഠിപ്പിച്ചതാണ്. അത് മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ കൽപ്പനയാകുന്ന എന്താണ്? ذلك امر الله انزله اليكم ومن يتق الله يكفر عنه سيئاته ويعظم له اجرا. അല്ലാഹുവിന്റെ കൽപ്പനയാകുന്നു, അതവൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുകയാണ്. അല്ലാഹുവിനെ ആര് സൂക്ഷിക്കുന്നുവോ അവൻ തന്റെ തിന്മകളെ മാപ്പാക്കി മറച്ചു വെച്ചു കൊടുക്കുകയും ചെയ്യും. നമ്മളൊക്കെ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട്.
വാപ്പ അറിഞ്ഞാൽ മുഖം ചുളിക്കുന്ന, മാതാപിതാക്കൾക്ക് മുന്നിൽ തൊലിയുഴിഞ്ഞു പോകുന്ന, ഭാര്യ അറിഞ്ഞാൽ കുടുംബം ഒരുപക്ഷെ ചിത്രമായി പോകുന്ന, മക്കൾ അറിഞ്ഞാൽ മക്കൾ പിന്നീട് വാപ്പാന്ന് പോലും വിളിക്കാൻ പറ്റാത്ത എത്ര തോന്യാസങ്ങൾ നമ്മൾ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടവുകൊണ്ടാണോ അത് മറിഞ്ഞടക്കുന്നതെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മളത് ഡിലീറ്റ് ആക്കിയത് കൊണ്ടാണെന്നാണോ വിചാരിക്കുന്നത്? നമ്മൾ ആ ഭാഗത്തേക്ക് പിന്നീട് പോകാത്തത് കൊണ്ടാണെന്നാണോ? പ്രിയപ്പെട്ടവരെ, കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമ്മുടെ പാവങ്ങളും മറച്ചു വെച്ചുകൊണ്ട് മാപ്പാക്കി തരുന്ന, ചിന്തിച്ചു നോക്ക്, ആ മറയിലാ നമ്മളൊക്കെ ജീവിക്കുന്നത്. അള്ളാഹു നമ്മെല്ലാരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് വല്ലാത്ത അള്ളാഹുവിന്റെ തൗഫീഖാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, തഖ്വ പാലിച്ചവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്ന. നാലാമതായി വേണ്ടത് സത്യസന്ധതയാണ്. സത്യസന്ധതയാണ് എവിടെയായാലും എന്താ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വൻ അഖൂല ബിൽ ഹഖ് വഇൻ കാന മുർറാ, നിങ്ങൾ കൈപ്പാണെങ്കിലും സത്യമേ പറയാവൂന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ സത്യവാന്മാരോടൊപ്പം നിൽക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. പരലോകം തന്നെ സത്യസന്ധത പാലിച്ച ആളുകൾക്കാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഞ്ചാമതായി ഇസ്തിഖാമത്ത് കിട്ടാൻ പ്രിയപ്പെട്ടവരെ തൗബയാണ്, മാപ്പ് പറയാൻ, തൗബ ചെയ്യാൻ. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ഏറ്റുപറഞ്ഞ് കരഞ്ഞു പറഞ്ഞ് പിന്നീട് ആ തെറ്റിലേക്ക് പോകില്ല എന്ന് തീരുമാനിച്ചൊരു മുസൽമാൻ തിരിച്ചു വന്നാൽ അല്ലാഹു അവനെ ചേർത്ത് പിടിക്കും. അത് നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ തിന്മകൾ ചെയ്യുന്നിടത്ത് ഈ നരകവും സ്വർഗവും അതുപോലെ ഖബറിലെ ശിക്ഷയും ഒക്കെ ഓർക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഈ സൂക്ഷ്മതയില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. സൂറത്തുൽ കാഫിലെ മരണവും മരണാനന്തരമായ ജീവിത ലോകവും പറയുന്ന ആയത്തുകൾ വായിച്ചിട്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 2 മാസം രോഗാതുരമായിട്ട് കടന്നുപോയി, പേടിച്ചിട്ട് പനിച്ചു. ആരാണ്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും ശ്രദ്ധിക്കുക, അത്തരത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾക്ക് ഇസ്തിഖാമത്ത് റെഡിയാണ്. പലപ്പോഴും എന്റെ ഖുതുബ കേട്ട പല ആളുകളും വിചാരിക്കും എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ട്, എന്തൊക്കെയോ അന്യായമായിട്ട് സമ്പാദിച്ചു പോയിട്ടുണ്ട്, ആരെയൊക്കെയോ പറ്റിച്ചു പോയിട്ടുണ്ട്, എല്ലാ തോന്നിയാസും ചെയ്യാത്തൊരു തോന്നിയാസം ഇല്ല എന്ന് വിചാരിക്കുന്ന ആളുകളോടാണ് അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ടുണ്ടെന്ന് കേട്ട് അങ്ങ് വിദൂരതയിൽ നിന്നൊരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. കച്ചവട തിരക്കുള്ള ഒരു മനുഷ്യൻ. ബാംഗ്ലൂരിൽ ഒരു കച്ചവടക്കാരനെടുത്തോളൂ, നിങ്ങളാണെന്ന് വിചാരിച്ചോളൂ. കച്ചവട തിരക്കുള്ള മനുഷ്യൻ തന്റെ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് കച്ചവടം നിർത്തി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. ഒരു സംഘം അവിടെ വെച്ച് ടെന്റ് കെട്ടി നിൽക്കുന്നത് കണ്ട അയാൾ ചോദിച്ചു, ആരാണ് നിങ്ങൾ? അയാൾ പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മുഹമ്മദ് എന്ന് കേട്ട ആളെ കാണാൻ വേണ്ടി പോവാണ്. ആ സംഘത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, ഞാനാണ്. സഹാബത്ത് പറഞ്ഞു, ഇതാണ് നിങ്ങൾ പറഞ്ഞ ആൾ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം ചേർന്ന് നിന്ന് കൈകൾ കൊടുത്ത് കലിമത്തു ഷഹാദ ചൊല്ലി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം തിരിച്ചു പോവാൻ ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്യവേ അദ്ദേഹം ഒട്ടകത്തിന്റെ പുറത്തു നിന്ന് വീണ് മരണപ്പെടുകയും ചെയ്തു. നിങ്ങൾക്കറിയോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പറയാണ്, ആ മനുഷ്യൻ നമസ്കരിച്ചിട്ടില്ല, ഒരു ജിഹാദിലും പങ്കെടുത്തിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല, ആ മനുഷ്യൻ പരിശുദ്ധമായ ഒരു സൽക്കർമ്മങ്ങളും ചെയ്തിട്ടില്ല, ഒരു സുജൂദ് പോലും അയാൾ ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ സ്വർഗ്ഗത്തിന്റെ ആളാണ്, അയാൾ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏറ്റവും ഉദാത്തമായ സൂക്ഷ്മത പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഉദാത്തമായ തിരിച്ചറിവും തോവയും നമുക്ക് സ്വർഗം ലഭിക്കാനുള്ള കാരണമാകും. ഇത്രയും കാലം ജീവിതത്തിന്റെ മഗ്‌രിബ് വരെ തിന്മ ചെയ്ത മനുഷ്യന് ജീവിതത്തിന്റെ ഇശാഇന്റെ സമയം മതിയാകും രക്ഷപ്പെടാനെന്ന് മനസ്സിലാക്കുക. സഅദ് ഇബ്നു മുആദിനെ അറിയില്ലേ? 30ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് 35ാമത്തെ വയസ്സിൽ മരണപ്പെട്ടുപോയ 5 കൊല്ലം മാത്രം മുസ്ലിമായി ജീവിച്ചൊരു സഹാബി. ആ സഹാബിയെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ആ സഹാബത്തിന്റെ മരണം അള്ളാഹു അത്രയും ധന്യതയിൽ ഗംഭീരമായി മരണം വരിച്ച ആളാണ് സഅദ് ഇബ്നു മുആദ്. ഹാദല്ലദീ തഹറക ലഹുൽ അർശ്. അദ്ദേഹത്തിന്റെ മലക്കുൽ മൗത്ത് വന്നപ്പോ അർശൊന്ന് കുലുങ്ങിന, വഫുതിഹത് ലഹും അബ്വാബുസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ മലർക്ക് തുറക്കപ്പെട്ടു. വശഹിദഹാ 70,000 മിനൽ മലായിക, 70,000 മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് മലക്കുൽ
മൗത്ത് അവിടെ ഹാജരായത്. അങ്ങനെ ഗംഭീരമായ മരണം വരിച്ച സഹാബിയായിരുന്നു സഅദ് ഇബ്നു മുആദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ എന്നിട്ട് സഹാബത്തിനോട്, എന്നാൽ ലഖദ് ലമ്മതൻ തുമ്മ ഫർജ അൻ, ആ സഅദിനെ ഖബറൊന്നും മുറുക്കീന, ഇങ്ങനെയുള്ള വാരിയല് ഖബറിലെത്തിയ ആളുകൾ ഇങ്ങനെ പുറകോട്ട് പോകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കോർത്തുനിട്ട് ചുരുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബത്തെ, ആരെങ്കിലും ഖബറിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എന്റെ സഅദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദിനെ, ഇത്തരത്തിലുള്ള ഗംഭീരമായ മരണം വരിച്ച സഅദിനെ ഖബറിൽ മുറുക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നീട് ഖബറിടം വിശാലമാക്കി സ്വർഗത്തിന്റെ ആളായി സഅദിനെ മാറ്റപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്തരത്തിൽ ജീവിച്ച മനുഷ്യന് ഇത്തരത്തിലാണ് പ്രശ്നങ്ങളെങ്കിൽ നമ്മളും സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഷ്മാലുക്കളായി ഇസ്തിഖാമത്തോടുകൂടി മരണപ്പെടുന്നവരായി അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ, മരണം വരിക്കാൻ വിധിക്കപ്പെട്ട നമ്മളെല്ലാവരും ഏറ്റവും നല്ല മരണം വരിക്കുന്ന ആളുകളാകാനുള്ള സൂക്ഷ്മതയിലേക്കാണ് എന്റെ ഖുത്ബ. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ബേജാറിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അറിയില്ലേ, സദാസമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രവാചകന് കൈകൊടുത്ത് മരണപ്പെട്ട ആളുടെ ചരിത്രത്തിൽ ഒരു പോയിന്റ് എന്നോട് മറന്നുപോയി. റസൂലുള്ളാഹിനെ കാണണമെന്ന് വിചാരിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ യാത്ര ചെയ്ത മനുഷ്യൻ ഭക്ഷണമില്ലാത്ത കാരണത്താലാണ് അത്ര മരിച്ചത് എന്ന് വരെ ആ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അബൂ ഹുറൈറയും ഇതേപോലെ തന്നെയായിരുന്നു, സൽക്കർമ്മ നിരതനായിരുന്നു. അങ്ങനെ മരണാശയിൽ കിടക്കുമ്പോൾ എന്താണ് സഹാബികൾ ചോദിച്ചു, അല്ല അബൂ ഹുറൈറ ധന്യമല്ലേ, സൗഖ്യമല്ലേ, പ്രശ്നമൊന്നുമില്ലാലോ എന്ന് ചോദിച്ച സമയത്ത് അബൂ ഹുറൈറ പറഞ്ഞെന്താണെന്നറിയോ, പാതയം വളരെ കുറവാണ്, എന്റെ കയ്യിലുള്ള ശേഖരം വളരെ കുറവാണ്, ഖബറിലേക്കുള്ള ദൂരവും കുറവാണ്, പട്ടിണി കിടന്നിട്ട് ഒരുപാട് അമല് ചെയ്ത സഹാബിയ പറയുന്നത്, കയ്യിൽ സാധനമില്ല. ആരാ പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുക. പല ആളുകളും, ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളതുകൊണ്ട് പറയുന്നു, ദുനിയാവിന്റെ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നത് പലപ്പോഴും പലരും ചില ആളുകൾ ഓടിയെടുത്ത് അലാറം വെച്ച് ആ നന്മയുടെ ഫർള് ജമാഅത്തുകൾ കൈകളിലാക്കി, ആ സുന്നത്തുകൾ കൈകളിലാക്കി അതിനോടൊപ്പം അവരുടെ ദുനിയാവ് കൊണ്ടുപോകുന്നുണ്ടാകും. അതല്ലാതെ ഇതിനെയൊക്കെ പണയം വെച്ചിട്ടാണ് നിങ്ങൾ ദുനിയാവ് കീഴ്പ്പെടുത്തുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ദുനിയാവിൽ സംഘടിപ്പിക്കുന്ന ഒന്നും നമ്മളെ സഹായിക്കില്ല. പ്രിയപ്പെട്ടവരെ, 8 മക്കൾ ഇങ്ങനെ മയ്യത്തിന്റെ മുന്നിൽ നിന്നിട്ട് പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നും ചെയ്യാനില്ല, എടുത്തുയർത്താനില്ല, ഒരു പണവും ഇൻവെസ്റ്റ് ചെയ്യാനില്ല. അല്ലേ? പ്രഗത്ഭനായ ശതകോടീശ്വരൻ യൂസുഫ് അലിയുടെ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എന്റെ വാപ്പ മരണാശയിൽ കിടന്ന് മരണപ്പെട്ടു, പണം കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നെങ്കിൽ വാപ്പനെ ഞാൻ രക്ഷപ്പെടുത്തായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഈ നമ്മളെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ ചരിത്രം പറയുമ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും പ്രയാസം തോന്നരുത് കേട്ടോ, നമ്മുടെ മനസ്സ് തുറക്കാനാ. കാരണം എന്താ അറിയോ, എത്ര കോടികളുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടാത്ത ചില സാധനങ്ങളുണ്ട്, അതിൽ പെട്ടതായി മരണമൊക്കെ. അതുകൊണ്ട് ദുനിയാവുമായിട്ട് ഓടിയെടുക്കുന്ന ആളുകൾ ഇനിയൊന്ന് എഡിറ്റ് ചെയ്യുക. എന്റെ ഇന്നത്തെ ഖുതുബക്ക് ശേഷം എല്ലാ സമയവും കണ്ടെത്തുക നിർബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ കൂടിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല, ഒരുപാട് ആളുകൾ കൂടി വരും. നമ്മൾ സ്വാലിഹീങ്ങളായി ജീവിച്ചാൽ, സ്വാലിഹീങ്ങളായി ജീവിച്ച ആളെ തേടി അങ്ങ് വിദൂരതയിൽ നിന്ന് ആളുകൾ വന്ന് ജനാസ നമസ്കരിച്ച് 2 ഖീറാത്ത് കൂലിയുമായിട്ട് അവർ പിരിഞ്ഞു പോകുമ്പോൾ സംതൃപ്തമായ ഒരു ലോകത്തേക്ക് സംതൃപ്തമായ അമലുകൾ ചെയ്ത് അല്ലാഹു തൃപ്തിപ്പെട്ട യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞില്ലേ, ആ വിഭാഗത്തിൽ ചേർന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കും. അർഹമുർ റഹീമീനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും അത്തരണത്തിൽ മരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം എന്റെ പിതാവ് മരണപ്പെട്ടു. നമ്മുടെ ഇവിടുത്തെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ പിതാവും അന്ന് രാത്രി തന്നെ മരണപ്പെട്ടു. 2 മരണങ്ങൾ നമുക്ക് വളരെ പ്രയാസമുണ്ടാക്കിയ മരണങ്ങളാണ്. ഒരേ വയസ്സുള്ള 85 വയസ്സുള്ള 2 ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടുപോയ ആളുകൾക്കെല്ലാം പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബറിലും അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവർ ചെയ്ത അമലുകൾക്ക് അല്ലാഹു ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ബാല്യത്തിലോ കൗമാരത്തിലോ യൗവനത്തിലോ വിവാഹത്തിലോ ശേഷമോ വല്ലതും അവരിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ്
അവന്റെ കാരുണ്യം കൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മളുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ സ്വർഗത്തിലെത്തുന്ന തരത്തിൽ അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ എല്ലാവരുടെയും മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. رب ارحمهما كما ربيونا صغارا توفنا مسلما وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.